മിഥുന് യാത്രാമൊഴിയെഴുതുകയാണ്. ഒരു നാട്, ബന്ധുക്കൾ, ഉറ്റവർ, ഉടയവർ, സുഹൃത്തുക്കൾ എല്ലാവരും വയസ്സുവരെ ലാളിച്ചു വളർത്തിയ അമ്മ നെഞ്ചു തകരുന്ന വേദനയോടെയാണ് മിഥുന് അന്ത്യചുംബനം നൽകി യാത്രയയക്കുന്നത്. ആ നാടിന് താങ്ങാൻ പറ്റാത്ത കാഴ്ച തന്നെയാണ്. ആരുടെയൊക്കെയോ അനാസ്ഥയിൽ പാതി വഴിയിൽ പൊലിഞ്ഞുപോയ ഒരു കുഞ്ഞ്
ആ കുഞ്ഞിനെ അമ്മ ഇത്രയും സ്നേഹിച്ചു വളർത്തിയ ഒരു കുഞ്ഞിനെ 13ാമത്തെ വയസ്സിൽ മകനെ നഷ്ടപ്പെടുന്ന ഒരമ്മ അന്ത്യചുംബനം നൽകി ആ കുഞ്ഞിനെ യാത്രയയക്കുമ്പോൾ ആ നാടൊന്നാകെ വിറങ്ങലിച്ച് നിൽക്കുന്നു. ആ അമ്മയുടെ നൊമ്പരം നമ്മുടെ ഓരോരുത്തരുടെയും സങ്കടമായി മാറുന്നു. ഇപ്പോൾ മൃതദേഹം സംസ്കാരത്തിനായി വസതിയിൽ നിന്ന് മാറ്റുകയാണ്. മതപരമായ ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. അച്ഛനും അമ്മയും സഹോദരനുമെല്ലാം അന്ത്യചുംബനം നൽകി മിഥുനെ യാത്രയയക്കുന്നു. ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് മിഥുനെ ഇപ്പോഴും യാത്രയയപ്പിക്കാൻ പറ്റാതെ അവർ പൊട്ടിക്കരയുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആണ് കാണുന്നത്. അത്രമേൽ സങ്കടകരമായ വേദന നിറയുന്ന സാഹചര്യം ആണ്. എല്ലാവരും അന്ത്യചുംബനം നൽകി യാത്രയയക്കുന്നു. ഇനി ഈ സംസ്കാരത്തിനുള്ള ഒരുക്കമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. മൃതദേഹം അവിടെ നിന്ന് മാറ്റുന്നു. മറ്റു വിവരങ്ങൾ അഭിലാഷ്, അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കും. നെഞ്ചു പൊട്ടുന്ന വേദനയോടെ, ഉള്ളുലയുന്ന വേദനയോടെ മിഥുന്റെ അച്ഛനും അമ്മയും തങ്ങളുടെ പൊന്നോമന മകനെ അവസാനമായി യാത്രയാക്കുന്ന ഏറ്റവും വേദന നിറഞ്ഞ കണ്ണീർ കാഴ്ചകൾക്ക് ഈ ഗ്രാമം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ചുറ്റും നിസ്സഹാരായി അവരുടെ ബന്ധുക്കളും നാട്ടുകാരും അടക്കം ഒരുപാട് പേരുണ്ട്. പക്ഷെ നോക്കി നിൽക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. അത്രയും വേദന നിറഞ്ഞ ഒരു അനുഭവം. ഒരു പക്ഷേ കഴിഞ്ഞ ആഴ്ചയും ഈ സമയത്ത് ഓടിക്കളിക്കുന്നുണ്ടായിരുന്നിരിക്കാം ഈ മുറ്റത്തോടി മിഥുൻ. ആ മിഥുൻ ഇന്ന് ചേതനയറ്റവനായി തന്റെ വീടിനോട്, തന്റെ കൂട്ടുകാരനോട്, ഏറ്റവും പ്രിയപ്പെട്ട അച്ഛനോട്, അമ്മയോട്, സഹോദരനോട്, മുത്തശ്ശിയോട്, നാട്ടുകാരോട്, വീട്ടുകാരോട്, പ്രിയപ്പെട്ടവരോട്, ചേവലക്കര എന്ന ഗ്രാമത്തോട് മുഴുവൻ വിട പറഞ്ഞുകൊണ്ട് അഗ്നിയിൽ അമരാൻ പോവുകയാണ്. പിന്നെ മാറി നോക്കട്ടെ.